ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു കുടുംബം മൊത്തം ഇറങ്ങി തിരിച്ചാൽ എങ്ങനെയിരിക്കും? അതും വീട്ടിൽ പെണ്ണുങ്ങൾ ആരുമില്ലാത്ത വെറും ആണുങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ശാപഗ്രസ്തമായ തറവാട്ടിൽ. വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ മധുവിധുവിന്റെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തിയേറ്ററുകളിൽ ചിരി പടർത്തിയ ഈ ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. രാത്രിയുടെ നിശബ്ദതയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനപ്പുറം ചില രഹസ്യങ്ങളുണ്ട്. മനുഷ്യന്റെ യുക്തിക്ക് അളക്കാൻ കഴിയാത്ത ചില നിഴലുകൾ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ കൊച്ചമ്പലം ജംഗ്ഷനിലേക്ക് പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു പുരാതന നായർ തറവാട്ടിലേക്കാണ്. ആഞ്ഞിലിമൂട്ടിൽ വീട്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതൊരു വലിയ സമ്പന്ന കുടുംബമാണ്. പഴയ കാരണവർ കൊച്ചുരാജ കീഴ്ക്കാട്ടൂർ മുതൽ മുൻ ദിവാൻ നാരായണൻ കർത്തായും മകൻ രാഘവൻ കർത്തായും വരെ പ്രതാപത്തോടെ ജീവിച്ചു പോയ വലിയൊരു കുടുംബ മഹിമയുടെ ചരിത്രം ആ ചുവരുകൾക്ക് പറയാനുണ്ട്. പക്ഷേ ആ വലിയ തറവാട്ട് പടിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവിടെ വല്ലാത്തൊരു നിശബ്ദതയുണ്ട്. കാരണം ആ വീട്ടിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി ഒരു സ്ത്രീയുടെ കാൽപ്പാടുകൾ പോലും പതിയാത്ത അടുക്കളയിൽ പോലും പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുന്ന ഒരു വിചിത്രമായ ഇടം. നാട്ടുകാർക്കിടയിൽ ഈ വീടിനെ കുറിച്ച് ഭയപ്പെടുത്തുന്ന ഒരു ഐതിഹ്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തറവാട് പുതുക്കി പണിത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സർപ്പക്കാവ് അവർ വെട്ടിത്തെളിച്ചു. അന്നുണ്ടായ കടുത്ത സർപ്പശാപം ആ തറവാടിനെ ഇന്നും വേട്ടയാടുന്നു എന്നാണ് വിശ്വാസം. ആ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് കയറി വരുന്ന സ്ത്രീകൾക്കൊന്നും സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകില്ല. ഒന്നുകിൽ അവർ അകാലത്തിൽ മരണപ്പെടും, അല്ലെങ്കിൽ ആ വീടിന്റെ പടിയിറങ്ങും. ഈ ശാപത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ആ തറവാട്ടിലെ മൂത്ത പേരമകനായ അമ്മു എന്ന അമൃത് രാജ്. അമ്മ സരോജനയുടെ കൈപുണ്യം കിട്ടിയ അമ്മു സരോ കഫേ എന്ന പേരിൽ ഒരു ഷോപ്പ് നടത്തുകയാണ്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അയാളുടെ 27ാമത്തെ വിവാഹാലോചനയും മുടങ്ങി നിൽക്കുകയാണ്. ഒരു പെണ്ണിനെ പോലും ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു നൽകാൻ നാട്ടുകാർക്ക് ഭയമാണ്. അമ്മുവിന്റെ അനിയൻ വിമൽ രാജ് ഒരു 2K വ്ളോഗറാണ്. ക്യാമറയും തൂക്കി നടക്കുന്ന ഒരു ആധുനിക ചെറുപ്പക്കാരൻ. അവരുടെ അമ്മാവനായ അംബരീഷ് ആകട്ടെ ഒരു കേബിൾ TV ബിസിനസ് നടത്തി ജീവിക്കുന്നു. വിവാഹം കഴിച്ചു കുടുംബം നോക്കുന്നതിനേക്കാൾ സ്വതന്ത്രമായി ജീവിക്കാനാണ് തനിക്കിഷ്ടം എന്നാണ് അംബരീഷ് എപ്പോഴും പുറമെ പറയാറുള്ളത്. പക്ഷേ രാത്രികളിൽ തറവാടിന്റെ പൂമുഖത്തിരുന്ന് മദ്യപിക്കുമ്പോൾ അവരറിയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ സാന്നിധ്യമില്ലാത്ത ആ വീട് എത്രമാത്രം ശൂന്യമാണെന്ന്. ഈ ശാപത്തെ എങ്ങനെ മറികടക്കും എന്നറിയാതെ അവർ പകച്ചു നിൽക്കുമ്പോഴാണ് ആ ആൺകൂട്ടത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. അതോടെ കഥ പൂർണ്ണമായും മാറുകയായിരുന്നു. ഒരു ദിവസം വിമൽ അമ്മുവിനെ ചെന്ന് കണ്ട് അവനെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തെന്നും പേരൻസ് ആരെങ്കിലും കൂടെ ചെല്ലണമെന്നും പറഞ്ഞു. എന്നാൽ കോളേജ് ചെന്നപ്പോഴാണ് അമ്മു കാര്യത്തിന്റെ ഗൗരവം അറിയുന്നത്. വിമൽ വെറുതെ ഒരു സസ്പെൻഷൻ വാങ്ങിയതല്ല. മിലി എന്നൊരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ റാഗിംഗ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം റീൽസ് എടുത്തതിനാണ് അവനെ പുറത്താക്കിയത്. ഈ റാഗിംഗ് ചോദ്യം ചെയ്യാൻ മിലിയുടെ കസിനും അവിടെ എത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പാളിന്റെ മുന്നിൽ അമ്മുവും ആ കസിനും അടുത്തടുത്താണ് ഇരിക്കുന്നത്. വിമലിനെതിരെ കഠിനമായ ശിക്ഷ വേണമെന്ന് കസിൻ വാദിക്കുമ്പോൾ അമ്മു അവനോട് അപേക്ഷിക്കുകയാണ് അവനൊരു മാപ്പ് കൊടുത്തൂടെ എന്ന്. ഒടുവിൽ മാപ്പ് തരണമെങ്കിൽ അവർ 2 കണ്ടീഷനുകൾ മുന്നോട്ട് വെക്കുന്നു. 1, മേലിൽ വിമൽ മിലിയുടെ അടുത്തേക്ക് പോകരുത്. 2, വിമൽ മിലിയുടെ മാപ്പ് ചോദിക്കണം. എന്നാൽ മൂന്നാമത് അവർ ചെയ്തത് ഒരു കണ്ടീഷൻ പറയലല്ലായിരുന്നു. വിമലിന്റെ മൊബൈൽ ഫോൺ വാങ്ങി അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഇൻസ്റ്റഗ്രാം റീൽസ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ഒരു റീൽസ് ഭ്രാന്തനായ വിമലിനെ ഇത് മാനസികമായി ആകെ തളർത്തി കളയുന്നു. ഇതേ സമയം തറവാട്ടിൽ അമ്മുവിന്റെ അച്ഛന് ഒരു ഫോൺ കോൾ വരുന്നു. അമ്മുവിന് വേണ്ടി മുൻപ് ആലോചിച്ച ഒരു വീട്ടിൽ നിന്നായിരുന്നു അത്. കാര്യങ്ങൾ എന്തായി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്നും മറുപടി വരുന്നു. അത് നടക്കില്ല ചേട്ടാ, അവർക്ക് കാനഡയോ ലണ്ടനോ ഒക്കെ ഉള്ള ആലോചന മതിയത്രേ. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ നോക്കിയ അമ്മുവിന്റെ 27ാമത്തെ പ്രപ്പോസലും റിജക്റ്റ് ആവുകയാണ്. ഇങ്ങനെ തുടർച്ചയായ റിജക്ഷനുകൾ കണ്ട് അമ്മു ആകെ വിഷമിച്ചിരിക്കുന്നത് അവന്റെ കഫേയിലെ ജീവനക്കാരൻ കാണുന്നു. അവൻ അമ്മുവിനോട് പറയുന്നു, സാർ വിഷമിക്കണ്ട, എന്റെ കൂടെ ഒരിടം വരെ വാ, സാറിന്റെ സങ്കടം എല്ലാം മാറും. അങ്ങനെ അവൻ അമ്മുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നഗരത്തിലെ ഒരു സ്ട്രെസ് റിലീഫ് സെന്ററിലേക്കാണ്. ആ സ്ട്രെസ് റിലീഫ് സെന്ററിന്റെ ഓണർ മറ്റാരുമല്ലായിരുന്നു, കോളേജിൽ വെച്ച് കണ്ട വിമലിനെതിരെ സംസാരിച്ച മിലിയുടെ അതേ കസിൻ സ്നേഹ ആയിരുന്നു അത്. അങ്ങനെ ആ സ്ട്രെസ് റിലീഫ് സെന്ററിൽ വെച്ച് അമ്മുവും സ്നേഹയും കൂടുതൽ പരിചയപ്പെടുകയാണ്. അവിടെ വെച്ച് സ്നേഹ അമ്മുവിനെ ക്ലേ ആർട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ സ്നേഹയ്ക്ക് നാളെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്നും അത് അമ്മുവിന്റെ കഫേയിൽ വെച്ചാകാമെന്നും അവൾ പറയുന്നു. കഫേയിലെത്തിയ സ്നേഹയ്ക്ക് അമ്മു അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നു.
കൂടാതെ സ്നേഹയുടെ ഫ്രണ്ടായ ജോയലിനെ അമ്മുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അമ്മുവിൻ്റെ ജീവിതത്തിലേക്ക് അടുത്ത ഒരു വിവാഹാലോചന വരികയാണ്. ഇത്തവണ കല്യാണം ഏകദേശം സെറ്റായ മട്ടാണ്. അതിൻ്റെ സന്തോഷത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി അമ്മു ഒരു ആശാരിയെ കണ്ട് ഒരു ഡബിൾ കോട്ട് കട്ടിൽ ഉണ്ടാക്കാൻ വരെ ഏൽപ്പിക്കുന്നുണ്ട്. അമ്മുവും സ്നേഹയും ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ അവർ കഫേയിലിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നതിനിടയിൽ സ്നേഹ ജോയലിനെ കുറിച്ച് അമ്മുവിനോട് സംസാരിക്കുന്നു. സ്നേഹയുടെ അനിയത്തിയും ജോയലിൻ്റെ അനിയനും തമ്മിലുള്ള വിവാഹാലോചന വന്നപ്പോൾ സ്നേഹയുടെ അച്ഛൻ മാർക്കോസ് പറഞ്ഞത് സ്നേഹയെ ജോയലിനെ കൊണ്ട് കെട്ടിക്കാമെന്നാണ്. എന്നാൽ തങ്ങൾക്കിടയിൽ വെറും സൗഹൃദം മാത്രമാണുള്ളത് സ്നേഹ വ്യക്തമാക്കുന്നു. പകരം അമ്മുവിൻ്റെ പുതിയ പെണ്ണുകാണലിനെ കുറിച്ച് ദുർഗയെക്കുറിച്ചും സ്നേഹ ചോദിക്കുന്നുണ്ട്. ദുർഗയുമായി വലിയ കെമിസ്ട്രി ഒന്നുമില്ലെങ്കിലും അവൾ നല്ലൊരു കുട്ടിയാണെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ ദുർഗയുടെ വീട്ടിൽ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് ദുർഗയുടെ വീട്ടുകാർ ചെക്കൻ്റെ തറവാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആഞ്ഞിലിമൂട്ടിൽ തറവാടാണെന്ന് അറിയുന്നതോടെ പെണ്ണിൻ്റെ അമ്മാവൻ അതിനെ ശക്തമായി എതിർക്കുന്നു. ആ തറവാടിൻ്റെ ശാപത്തെക്കുറിച്ചോ മറ്റോ ഓർത്താകാം അമ്മാവൻ പ്രശ്നമുണ്ടാക്കുന്നത്. ഒടുവിൽ ആ വിവാഹവും അവിടെ വെച്ച് മുടങ്ങുകയാണ്. 28ാമത്തെ ആലോചനയും മുടങ്ങിയതോടെ അമ്മുവിൻ്റെ അമ്മാവനായ അംബരീഷിന് വൻ ദേഷ്യം വരുന്നു. അവൻ പെണ്ണിൻ്റെ അമ്മാവനെ കയറി തല്ലുകയാണ്. സംഗതി ഒടുവിൽ വലിയൊരു പോലീസ് കേസായി മാറി. എന്നാൽ സ്റ്റേഷനിലായ അമ്മുവിനെയും കുടുംബത്തെയും ജാമ്യത്തിലിറക്കാൻ അവിടെ രക്ഷകയായി എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്നേഹയാണ്. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ശേഷം അമ്മു തൻ്റെ വലിയ സങ്കടങ്ങളും അമ്മ മരിച്ചു പോയതിനെക്കുറിച്ചുമെല്ലാം സ്നേഹയോട് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. സങ്കടങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് കട്ടിൽ റെഡിയായി എന്ന് പറഞ്ഞ് ആശാരി അമ്മുവിനെ വിളിക്കുന്നത്. എന്നാൽ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് അമ്മു നിരാശയോടെ ആശാരിയോട് പറയുന്നു. ഇതിനൊക്കെ പുറമെ തറവാട്ടിലെ ആൺകോയ്മയ്ക്ക് വീണ്ടും പണി കിട്ടിക്കൊണ്ട് കൊച്ചമ്പലത്തിൽ ആരോ വന്ന് അവരുടെ കേബിൾ കണക്ഷൻ വീണ്ടും കട്ട് ചെയ്യുന്നു. അതിനിടയിൽ വഴിയിൽ വെച്ച് കാണുന്ന ഒരു ചേച്ചി അംബരീഷിനോട് അമ്മുവിൻ്റെ കല്യാണം വീണ്ടും മുടങ്ങിയതിനെക്കുറിച്ച് ചോദിച്ച് ചൊറിയാനും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്ന ചിന്നു എന്ന ചേച്ചിക്കുള്ള ഒരു മറുപടിയുമായി അവിടെ എത്തുന്നു. മറ്റൊരു അയൽവാസി ചിന്നുവിനെ ഇതുവരെ കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ കളിയാക്കാൻ നോക്കുന്നു. അപ്പോഴാണ് ചിന്നു തൻ്റെ നയം വ്യക്തമാക്കുന്നത്. എൻ്റെ അമ്മയെയും എൻ്റെ വീട്ടിലെ താറാവിനെയും പശുവിനെയും ആടിനെയും ഒക്കെ നോക്കാൻ കഴിയുന്ന എൻ്റെ വീട്ടിൽ നിൽക്കാൻ തയ്യാറുള്ള ഒരു ചെക്കൻ വന്നാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ചിന്നു ഉറപ്പിച്ചു പറയുന്നു. അതേസമയം അമ്മുവിൻ്റെ അടുത്തേക്ക് വരുന്ന സ്നേഹ അവളുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിലാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സ്നേഹ അവിടെ വെച്ച് അമ്മുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയുകയാണ്. എന്നെ വിവാഹം കഴിക്കുമോ എന്ന് സ്നേഹ അമ്മുവിനോട് ചോദിക്കുന്നു. പെട്ടെന്നുള്ള ഈ പ്രപ്പോസൽ കേട്ട് ഞെട്ടിയ അമ്മു ഉടനെ ചോദിക്കുന്നത് അപ്പോൾ ജോയലോ എന്നാണ്. അതിന് സ്നേഹ നൽകുന്ന മറുപടി നിങ്ങളെയും അത്ഭുതപ്പെടുത്തും. ജോയൽ തന്നെയാണ് അമ്മുവിനോട് ഈ കാര്യം വന്ന് പ്രപ്പോസ് ചെയ്യാൻ സ്നേഹയോട് പറഞ്ഞത്. താനും ജോയലും തമ്മിൽ വെറും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും അതിനപ്പുറം മറ്റൊന്നുമില്ലെന്നും സ്നേഹ വ്യക്തമാക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ തനിക്കും ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണെന്ന് അമ്മു മറുപടി നൽകുന്നു. പക്ഷേ ഈ പ്രണയം അത്ര എളുപ്പമായിരുന്നില്ല. അവർ രണ്ട് വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവരായിരുന്നു. അമ്മു തന്റെ തറവാട്ടിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഭൂകമ്പമാണ് ഉണ്ടായത്. വിമൽ അവനെ അപമാനിച്ച കുടുംബത്തിലെ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞു. അവരുടെ ബന്ധുവായ അങ്കമാലി സുരേന്ദ്രൻ എന്ന സുര അമ്മാവൻ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. നമ്മുടെ കുടുംബ മഹിമയ്ക്കും ആചാരങ്ങൾക്കും വിരുദ്ധമായ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഈ തറവാട്ടിലേക്ക് കയറ്റാൻ കഴിയില്ല, അത് സർപ്പങ്ങളെ കൂടുതൽ കോപിപ്പിക്കും എന്നായിരുന്നു അവരുടെ വാദം. പക്ഷേ വിധി അതിലും വലിയൊരു കെണിയാണ് അവർക്കായി ഒരുക്കി വെച്ചിരുന്നത്. അവർ ആരും അറിയാത്ത മറ്റൊരു വലിയ രഹസ്യം ആ രണ്ട് കുടുംബങ്ങളുടെയും ഭൂതകാലത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. സ്നേഹയുടെ അച്ഛനായ മാർക്കോസ് കുര്യന്റെ ഏക സഹോദരിയായിരുന്നു മേഴ്സി ആന്റി. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, മേഴ്സി ആന്റിയും അമ്മുവിന്റെ അച്ഛനായ രാജ്കുമാറും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് കാരണം അന്ന് ആ ബന്ധം തകർന്നു. മേഴ്സിക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരികയും പിന്നീട് ആ ഭർത്താവ് അവളെ ക്രൂരമായി ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. വർഷങ്ങൾക്കു ശേഷം അമ്മുവിന്റെയും സ്നേഹയുടെയും പ്രണയ വാർത്ത അറിഞ്ഞതോടെ രാജ്കുമാറിന്റെയും മേഴ്സിയുടെയും ഉള്ളിൽ മണ്ണടിഞ്ഞു കിടന്ന ആ പഴയ പ്രണയം വീണ്ടും ഉണരുകയാണ്. മക്കൾ ഒന്നാകുന്നതിന് മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരികെ പിടിക്കാൻ അവർ രണ്ടുപേരും ചേർന്ന് രഹസ്യമായി ഒരു രജിസ്റ്റർ വിവാഹം കഴിക്കുന്നു. സ്വന്തം മകളുടെ കാമുകന്റെ അച്ഛൻ തന്റെ സഹോദരിയെ രഹസ്യമായി വിവാഹം കഴിച്ചു എന്നറിഞ്ഞതോടെ മാർക്കോസിന്റെ ഉള്ളിലെ പ്രതികാരാഗ്നി ആളിക്കത്തി. രാജ്കുമാറിനെ ചീത്ത വിളിച്ച സ്നേഹയുടെ അച്ഛനെ അംബരീഷ് ചവിട്ടി വീഴ്ത്തി. ഇതോടെ അമ്മുവും സ്നേഹയും തമ്മിലുള്ള വിവാഹം അനിശ്ചിതത്വത്തിലായി. അംബരീഷ് രാജ്കുമാറിനെയും സ്നേഹയുടെയും ആന്റിയെ നിലവിളക്കെടുത്ത് സ്വീകരിച്ചു.
വിമലിന്റെ കോളേജിലെ ശത്രുവായ മിലിയെ അവൻ ഇപ്പോൾ പെങ്ങളായി കാണേണ്ട അവസ്ഥയായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആഞ്ഞിലിമൂട്ടിൽ തറവാട്ടിലേക്ക് ഒരു സ്ത്രീ കയറി വന്നു. ഒടുവിൽ മാർക്കോസ് അമ്മുവിനെ നേരിട്ട് കണ്ട് ഒരു കടുത്ത വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. നിനക്ക് എന്റെ മകൾ സ്നേഹയെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ചെറിയച്ഛൻ അംബരീഷും മേഴ്സിയും ആ കല്യാണ പന്തലിൽ ചവിട്ടരുത്. വിവാഹശേഷം അവർ ഫ്ളാറ്റിലേക്ക് താമസം മാറണമെന്നും പറഞ്ഞു. അമ്മു അതിന് സമ്മതിച്ചു. അതിനിടയിൽ അംബരീഷിനോടുള്ള ഇഷ്ടം കാരണം ചിന്നുവാണ് എന്നും ആ കേബിൾ കട്ട് ചെയ്യുന്നതെന്ന് അവൾ അംബരീഷിനെ അറിയിച്ചു. അങ്ങനെ അമ്മുവിന്റെ വിവാഹ ദിവസം തന്നെ അംബരീഷിന്റെ വിവാഹവും ഉറപ്പിക്കുന്നു. വിവാഹം ആഘോഷമായി നടന്നെങ്കിലും അച്ഛന് അതിൽ വലിയ സന്തോഷമില്ലെന്ന് മനസ്സിലാക്കിയ സ്നേഹ ഫ്ളാറ്റിലേക്ക് താമസം മാറിയിട്ട് മതി അവരുടെ ആദ്യ രാത്രി എന്ന് തീരുമാനിച്ചു. എന്നാൽ പിന്നീട് അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ പിടിമുഴക്കാൻ തുടങ്ങി. ഈ വീട്ടിൽ ശരിക്കും ശാപമുണ്ടെന്നും സ്നേഹ അമ്മുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അമ്മു ദേഷ്യം സഹിക്കാതെ അവളുടെ മുഖത്തടിച്ചു. അതോടെ സ്നേഹ വീട് വിട്ടിറങ്ങി. താൻ കാരണം മകന്റെ ജീവിതം തകർന്നതോർത്ത് മേഴ്സി ആന്റി കടുത്ത മാനസിക വിഷമത്തിലാവുകയും അവർ ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു. അവരെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഹോസ്പിറ്റലിലെ ICUവിന് മുന്നിൽ വെച്ച് ഡോക്ടർ ആ വലിയ സത്യം വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. 50 വയസ്സിനോടടുത്ത പ്രായമുള്ള മേഴ്സി ആന്റി ഗർഭിണിയാണ്. തനിക്ക് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ രാജ്കുമാർ കർത്ത കണ്ണു നിറഞ്ഞുപോയി. വിവരമറിഞ്ഞെത്തിയ മാർക്കോസും സ്നേഹയും വിശേഷം അറിഞ്ഞപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. ഇനി വൈകിക്കാതെ ഇളയ മോളുടെ വിവാഹമെങ്കിലും ഭംഗിയായി നടത്തണമെന്ന് മാർക്കോസ് തീരുമാനിച്ചു. അതേസമയം അമ്മു തന്റെ തെറ്റുകൾ മനസ്സിലാക്കി സ്നേഹയോട് മാപ്പ് ചോദിക്കാൻ അവളുടെ ക്ലേ സ്റ്റുഡിയോയിൽ വീണ്ടും എത്തുന്നു. അമ്മുവിന്റെ ആത്മാർത്ഥമായ പ്രയാശ്ചിത്തം കണ്ട മാർക്കോസ് കുര്യന്റെ ഉള്ളിൽ ശത്രുതയും ഒടുവിൽ അലിഞ്ഞുപോയി. അയാൾ അമ്മുവിനും സ്നേഹയ്ക്കും ഒന്നിച്ചു ജീവിക്കാൻ അനുവാദം നൽകുന്നു. എന്നാൽ സോഫിക്ക് പ്രണയം അവളുമായി വിവാഹമുറപ്പിച്ച ടോമിന്റെ സ്വന്തം ജ്യേഷ്ഠനായ ജോയലിനോടായിരുന്നു. ഈ സങ്കടം സോഫി അമ്മുവിനോട് വെളിപ്പെടുത്തുന്നു. സ്നേഹയുടെ അനിയത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ അമ്മുവും അനിയൻ വിമലും ചേർന്ന് ആ കല്യാണം മുടക്കാൻ ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നു. കല്യാണ തലേന്ന് നടക്കുന്ന വലിയ പാർട്ടിയിൽ വെച്ച് വരനായ ടോമിന് കടും വീര്യമുള്ള മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകി അവനെ സ്റ്റേജിൽ ബോധരഹിതനാക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. അതിനു മുൻപ് ടോമിനെ കണ്ട് അമ്മു കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജോയൽ അത് നേരിട്ട് പറയാതെ അവൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ വിധി അവിടെ മറ്റൊരു കളി കളിച്ചു. ആ രാത്രിയിൽ പാർട്ടിയിലെ ബഹളങ്ങൾക്കിടയിൽ ആ മയക്കുമരുന്ന് കലർന്ന ജ്യൂസ് ഇരിക്കുന്ന ഗ്ലാസ് മാറിപ്പോകുന്നു. ടോമിന് പകരം ആ ജ്യൂസ് കുടിക്കുന്നത് സോഫി തന്നെയാണ്. അവിടെ ആ സ്റ്റേജിൽ വെച്ച് ടോം അമ്മു പറഞ്ഞ കാര്യം എല്ലാവരോടും പറഞ്ഞു. അപ്പോഴേക്കും സോഫി ബോധം കെട്ട് വീണുപോയി. അമ്മുവിനെ എല്ലാവരും ദേഷ്യത്തോടെ നോക്കി. അവന്റെ അച്ഛൻ അവനെ തല്ലി. ഇത് കണ്ട ജോയൽ മുന്നോട്ട് വന്നു അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്നും അവർ ഇഷ്ടത്തിലായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മുവിന്റെയും സ്നേഹയുടെയും പിണക്കമൊക്കെ മാറി അവർ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മു പണിയാൻ ഏൽപ്പിച്ച ഡബിൾ കോട്ട് കട്ടിൽ അവരുടെ വീട്ടിലെത്തി. വർഷങ്ങളായി ആണുങ്ങൾ മാത്രം വാണിരുന്ന ആ ശാപം പിടിച്ച തറവാട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീകളുടെ ഒരു വലിയ നിര തന്നെ കടന്നു വരികയാണ്. അങ്ങനെ എല്ലാം ശുഭമായി അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് തറവാടിന്റെ ആരും കയറാത്ത ഇരുണ്ട ഇടനാഴികളിൽ പഴയ കാരണവന്മാരായ കൊച്ചു രാജാവിന്റെയും ദിവാന്റെയും ചിത്രങ്ങൾ സംസാരിക്കുന്നത്. ഈ തറവാട്ടിലെ ആണുങ്ങളെ അത്ര പെട്ടെന്ന് മധുവിധു ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു മന്ത്രണം ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ നിന്നും ഇപ്പോഴും കേൾക്കാം. കാരണം ആഞ്ഞിലിമൂട്ടിലെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. തറവാട്ടിലേക്ക് പുതിയൊരു വ്യക്തി കൂടി ജീവനോടെ കടന്നു വരികയാണ്. തറവാടിന്റെ വിഹിതം ചോദിച്ചുകൊണ്ട് തീർക്കപ്പെടാത്ത ചില പഴയ പ്രതികാരങ്ങളുടെ കണക്കുകൾ തീർക്കാൻ അറുമുഖൻ കർത്ത ആഞ്ഞിലിമൂട്ടിലെ സർപ്പക്കാളുകൾ ഇനിയും ഉണർന്നേക്കാം.